ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ട്രെൻഡായ ഫുൾജാർ സോഡയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് വേണ്ടത് ചെറിയ ഗ്ലാസും അതുപോലെ തന്നെ വലിയ ഗ്ലാസ്സുമാണ്. അതായത് നമ്മൾ ഈ ചെറിയ ഗ്ലാസ്സിലാണ് ഇതിൻ്റെ മസാല ഉണ്ടാക്കിയിട്ട് ഈ വലിയ ഗ്ലാസ്സിലേക്ക് ഇറക്കി കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് വലിയ വട്ടമുള്ള വലിയ ഗ്ലാസ് എടുത്താൽ നമുക്കിത് ഈസി ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ 2 തരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇഞ്ചി നീര് ഒഴിച്ചു കൊടുക്കണം. ഏകദേശം ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് പുതിനയുടെ ഇലയും അതുപോലെ തന്നെ പച്ചമുളകും നന്നായിട്ട് അരിച്ചെടുത്തതാണ്. അപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറ്റേതിൽ ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് പുതിനയുടെ ഇലയും അതുപോലെ തന്നെ പച്ചമുളകും. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടി ഒരെണ്ണത്തിൽ അനാർ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ വീതം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ച സബ്ജ സീഡ് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾ ഇഷ്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ ഇഷ്ടമാണ്, അതുകൊണ്ട് കുറച്ചധികം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഓരോന്നിലും ഞാൻ അരമുറി നാരങ്ങയുടെ നീര് വീതം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോർഷന് മിസ്സായി പോയി. പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സാധാരണ ഇത് ഇളക്കിയാൽ സോഡ പതഞ്ഞ് വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എനിക്കത് ശരിയായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് പുറത്തേക്ക് പോകും. അതുകൊണ്ട് ഞാൻ അടിയിലൊരു പാത്രം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 ഭാഗം ഞാൻ സോഡ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. ജസ്റ്റ് പതുക്കെ ഇട്ട് കൊടുത്താൽ മതി, കാരണം ആ ചെറിയ ഗ്ലാസ് പൊട്ടിയ ആൾക്കാരുണ്ട്. അതൊന്ന് പതുക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ പതഞ്ഞ് പുറത്തേക്ക് വരും. അപ്പൊ തന്നെ അത് കുടിക്കണം എന്നാ പറയുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ അങ്ങനെ എടുത്താൽ മൊത്തം നാശാവും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അടിയിൽ പാത്രം വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഞാൻ മറ്റേതും ചെയ്ത് കാണിച്ചു തരാം. പിന്നെ പച്ചമുളക് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഇടുക. ഇവിടുത്തെ പച്ചമുളക് നല്ല എരിവുണ്ടായിരുന്നു. അപ്പൊ ഈ സോഡ കുടിച്ചതിന് ശേഷം നല്ല എരിവായി പോയി. പിന്നെ അത് മാറ്റാൻ വേണ്ടി ഞാൻ വീണ്ടും എന്തൊക്കെയോ ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നു. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പൊ വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി കാണാം. താങ്ക് യു.